വിടവാങ്ങിയ ചലച്ചിത്രതാരം കലാഭവൻ നവാസിന്റെ ഖബറടക്കം ഇന്ന് ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ വൈകിട്ട് 4 മുതൽ 5:30 വരെയുള്ള പൊതുദർശനം. അതിനുശേഷമാണ് ഖബറടക്കം ഉണ്ടാവുക. രാവിലെ 8:30യോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. 10:30യോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ രാത്രിയോടെയാണ് കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ചോറ്റാനിക്കര പോലീസ്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിഷ്ണു, യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും നവാസിന് ഇല്ലായിരുന്നു എന്നാണ് അറിയുന്ന എല്ലാവരും തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുഴഞ്ഞു വീണു, അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ചു, അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് അറിഞ്ഞ വിവരങ്ങൾ. ആ ഒരു കാരണം കൊണ്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നു, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മിത, ഗുഡ് മോർണിംഗ്. വലിയ ഞെട്ടലിലാണ് സിനിമാ ലോകം ഒന്നാകെ. കാരണം ഒരാരോഗ്യ പ്രശ്നങ്ങളും കാര്യമായി നവാസിനെ അലട്ടിയിരുന്നില്ല. വളരെ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു നടൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോഴും പലരും ഉന്നയിക്കുന്നുണ്ട്. ഹോട്ടൽ മുറിയിൽ ഇന്നലെ 8:45 കൂടിയാണ് നവാസിനെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ചെക്കൗട്ടിന് സമയമായി, പക്ഷേ ഏറെ നേരമായിട്ടും ചെക്കൗട്ട് ചെയ്യാത്തതിനെ തുടർന്ന് റൂം ബോയ് ഹോട്ടലിൻ്റെ മുറിയിലേക്ക് എത്തിച്ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടത്. 8:45 കൂടിയായിരുന്നു സംഭവം. അവിടെ നിന്ന് അപ്പോൾ തന്നെ ടാറ്റ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് അസ്വാഭാവിക മരണത്തിന് ചോറ്റാനിക്കര പോലീസ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം അടക്കം ചെയ്യേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെ ഒരു നോർമൽ നടപടി മാത്രമാണത്. ഇന്ന് ഇപ്പോൾ 8:30 ഇൻക്വസ്റ്റ് നടപടികൾ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. 8:30 ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി 10:30 പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് ആ മൃതദേഹം ആലുവ സഹായപ്പടിയിലുള്ള നവാസിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെയാണ് ഏറെ നാളായി നവാസ് താമസിക്കുന്നത് കുടുംബത്തോടൊപ്പം. അതിനുശേഷം വൈകിട്ട് 4:30 മുതൽ 5:30 വരെയുള്ള സമയത്ത് ആലുവ ടൗൺ ജുമാ മസ്ജിദിലായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. അവിടെ തന്നെ ഖബറടക്കവും നടത്തും എന്നുള്ളതാണ് സിനിമാ സംഘടനകളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അറിയിച്ചിരിക്കുന്നത്. നവാസ് നാടക, സിനിമ, അതോടൊപ്പം തന്നെ ടെലിവിഷൻ മേഖലകളിലൊക്കെ സജീവമായി നിന്നിരുന്ന ഒരാളാണ്. നമുക്കറിയാവുന്നതുപോലെ 92-ലാണ് അദ്ദേഹം സിനിമയുടെ ഭാഗമാകുന്നത്, ചൈതന്യം എന്ന സിനിമയിലൂടെ. പക്ഷേ അദ്ദേഹത്തിന് ശ്രദ്ധേയമായ വേഷം ലഭിക്കുന്നത് അതിനെല്ലാം പിന്നീട് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ 98-ൽ മാട്ടുപ്പെട്ടി മച്ചാനിലൂടെയാണ്. അതിനുശേഷം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. ഒരുപാട് സിനിമകൾ, മൈ ഡിയർ കരടി പോലുള്ള, ഹിറ്റ്ലർ ബ്രദേഴ്സ് പോലുള്ള സിനിമകളൊക്കെ നമുക്ക് മുൻപിൽ അദ്ദേഹം അഭിനയിച്ചു വെച്ച സിനിമകളുണ്ട്. ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അത് രജിസ്റ്റർ ചെയ്യപ്പെടാനുമുള്ളൊരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സിനിമകളിലും, അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഉണ്ട്. അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ ഡയലോഗുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ട്രെൻഡിങ് ആയും അതോടൊപ്പം തന്നെ വലിയ ട്രോളുകളുമൊക്കെയായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ കൃത്യമായി, അതായത് ഹാസ്യതാരം എന്ന രീതിയിൽ ഒട്ടും ഓവറാക്കാതെ അല്ലെങ്കിൽ വളരെ കൃത്യമായ മീറ്ററുകളിൽ കോമഡി കഥാപാത്രങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ മലയാള സിനിമ അദ്ദേഹത്തെ വേണ്ടതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതൊരു വലിയ ചോദ്യമായി അവിടെ നിൽക്കുകയാണ്. സിനിമ ഒരു 2008 വരെയൊക്കെ അദ്ദേഹം സജീവമായിരുന്നു. പക്ഷേ പിന്നീട് സിനിമയിൽ നിന്ന് അത്ര സജീവമല്ലാതെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം സ്റ്റേജ് ഷോകളിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം തന്നെ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്, സിനിമയെ അത്ര ഗൗരവമായി എടുത്തിട്ടില്ല, അതിനപ്പുറത്തേക്ക് സ്റ്റേജ് ഷോകളെയാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നതെന്ന് അദ്ദേഹം തന്നെ പല അഭിമുഖങ്ങളിലുമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ 2020-നൊക്കെ ശേഷം മലയാള സിനിമയിൽ ഒരു സജീവ സാന്നിധ്യമായി അദ്ദേഹം മാറുന്നു. 2019-ൽ മേരാ നാം ഷാജി എന്ന സിനിമ തൊട്ടാണ് അദ്ദേഹം വീണ്ടും ഒരു തിരിച്ചുവരവിലേക്ക് കടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്തിരുന്നു. ആ സിനിമയെ അദ്ദേഹം വലിയ പ്രശംസ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ആക്ഷൻ സീക്വൻസുമായി ബന്ധപ്പെട്ട ആ സിനിമയുടെ ആക്ഷൻ സംയോജനം ചെയ്ത ആൾ തന്നെ അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വിയോഗ വേളയിൽ അതെല്ലാം വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. മലയാള സിനിമയോടൊപ്പം ചേർന്ന് നിന്ന ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക് ഏറെ ദുഃഖമുണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ നഷ്ടമുണ്ടാക്കുന്നതുമാണ്. എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ എപ്പോഴും മുൻകൈ എടുത്തിരുന്ന ആളാണെന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇന്നലെ നൽകിയ പ്രതികരണങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഈ മിമിക്രി
കലാകാരന്മാരുടെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടൊക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനടക്കമുള്ള ആളുകളും സിനിമാ മേഖലയുമായി വളരെ സജീവമായി നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ സിനിമയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക നടപടികൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. അത് 8:30 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കും. 10:00 പോസ്റ്റ്മോർട്ടം കഴിയും. അതിനുശേഷം ആലുവ സഹായപ്പടിയിലുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷമാകും 4 മണി തൊട്ട് 5 മണി വരെയുള്ള സമയത്താണ് ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെക്കുക. ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ തന്നെയാണ് ഖബറടക്കവും തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പത്നി അവരും സിനിമയിലുള്ള ആളാണ്. ഇരുവരും സിനിമയിലൂടെയാണ് പരിചയപ്പെടുകയും പിന്നീട് വിവാഹത്തിലേക്കൊക്കെ പോവുകയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏറ്റവും അവസാനം ഇരുവരും ചേർന്ന് ഇഴ എന്നൊരു സിനിമ ചെയ്തിരുന്നു. അങ്ങനെ വലിയ സങ്കടത്തിലും ഞെട്ടലിലും ഒക്കെയാണ് മലയാള സിനിമയിൽ അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ. സ്ഥിരമായി വിളിച്ച് സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും സംസാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ പ്രതികരണമൊക്കെ ഇന്നലെ തന്നെ വന്നതാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ആർക്കും ഒരു വ്യക്തത വന്നിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.